100-ൽ പരം സർക്കാർ ഉദ്യോഗസ്ഥരുള്ള നാട്, 90% ബിരുദധാരികളായ നാട്. ഒരു വെറൈറ്റി ഒക്കെ തോന്നിയില്ലേ? മലപ്പുറത്തെ പുൽപ്പറ്റ പഞ്ചായത്തിലെ 5-ാം വാർഡ് തൃപ്പനച്ചിയെക്കുറിച്ചാണ് പറയുന്നത്. വ്യത്യസ്ത രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച കായിക താരങ്ങളെയും കലാകാരന്മാരെയും പ്രഭാഷകരെയും എഴുത്തുകാരെയും തൃപ്പനച്ചി കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ, പ്രഭു വൈദ്യർ, പത്രപ്രവർത്തകനായിരുന്ന ഇന്ദുകേഷ്, ഡോക്ടർ കൃഷ്ണൻകുട്ടി, ഫുട്ബോളിൽ തൃപ്പനച്ചി എന്ന നാടിന്റെ പേര് വാനോളം ഉയർത്തിയ അൽ ഷബാബ്, നാണയങ്ങൾ ശേഖരിച്ച് പ്രസിദ്ധമായ അബ്ദുൽ അലി മാസ്റ്റർ, ബുള്ളറ്റ് ഉമ്മറാക്ക തുടങ്ങിയവരൊക്കെ ഇവരിൽ ചിലർ മാത്രം. തൃപ്പനച്ചിയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തൃപ്പനച്ചി സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വ്യക്തമായ പ്ലാനോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. തൃപ്പനച്ചിയിൽ നിന്ന് ആകസ്മികമായി മരണപ്പെട്ട ചെറുപ്പക്കാരെ വെച്ച് വീഡിയോ ആൽബവും ഈ സൊസൈറ്റി ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലാ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കളിക്കുന്ന തൃപ്പനച്ചി സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി മാത്രമാണ് പുൽപ്പറ്റ പഞ്ചായത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകാരമുള്ള ഏക ഫുട്ബോൾ ക്ലബ്. മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന വിനയ ക്ലബ് തൃപ്പനച്ചി ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ അംഗീകരിച്ച പുൽപ്പറ്റ പഞ്ചായത്തിലെ ഏക ക്ലബ്ബാണ്. 2000 വർഷം മുമ്പുള്ള ശ്രീ പെരും തൃക്കോവിൽ ക്ഷേത്രം നാടിന്റെ പൈതൃകമാണ്. പണ്ട് 2 തപസ്വികൾ പനച്ചി മരത്തിന് കീഴിൽ വെച്ച വിഷ്ണു പ്രതിമ നീങ്ങാതിരുന്നതിനാൽ അവരതിനെ പുണ്യസ്ഥാനമായി കരുതി അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു. ആ സംഭവത്തെ അനുസ്മരിച്ച് ആ സ്ഥലം തൃപ്പനച്ചി എന്നായി അറിയപ്പെട്ടു എന്നാണ് ഇവിടുത്തെ പേരിന്റെ കഥ. ഹരിജൻ കോളനികളുള്ള തൃപ്പനച്ചിയിലെ ആക്കപ്പുറം പൂരം ജില്ലയിൽ പ്രശസ്തമായ താലപ്പൊലി ഉത്സവങ്ങളിൽ ഒന്നാണ്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.